ഒന്നാം ക്ലാസ്സിലെ ഗണിതം രണ്ടാമത്തെ അധ്യായം കൂട്ടിച്ചേർക്കാം എന്ന പാഠഭാഗത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്കിന്ന് പഠിക്കാം. പിറന്നാൾ സമ്മാനം. അച്ഛന്റെ പിറന്നാളിന് സമ്മാനം നൽകണം. മേരിയും ടോമിയും സമ്പാദ്യപ്പെട്ടി തുറന്നു. മേരിയുടെ സമ്പാദ്യപ്പെട്ടിയിൽ 354 രൂപയും അനുജന്റേതിൽ 172 രൂപയും ഉണ്ട്. സമ്പാദ്യപ്പെട്ടിയിൽ ആകെ എത്ര രൂപയുണ്ട്? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മേരിയുടെ രൂപ എത്രയാണ്? 354 രൂപ. ടോമിയുടെ രൂപ എത്രയാണ്? 172 രൂപ. ആകെ രൂപ എത്രയാണ്? കണ്ടെത്താൻ എന്ത് ചെയ്യണം? 354ഉം 172ഉം കൂടി കൂട്ടണം. ഇവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. സ്ഥാനവില അനുസരിച്ച് സംഖ്യകളെ ക്രമീകരിച്ചിരിക്കുന്നു. നോക്കൂ, 354 കൂട്ടണം 172. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 526 രൂപ. ഗ്രന്ഥശാല. മേരിയുടെ സ്കൂളിലെ ഗ്രന്ഥശാലയിൽ 524 മലയാളം പുസ്തകങ്ങളും 75 ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട്. ഇന്ന് കൊണ്ടുവന്ന 120 പുസ്തകങ്ങളിൽ 20 എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. പുതിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഗ്രന്ഥശാലയിൽ മൊത്തം പുസ്തകങ്ങൾ എത്ര? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര? മലയാളം എത്ര? നോക്കൂ, എങ്ങനെ കണ്ടെത്താം? സ്കൂളിൽ ഉണ്ടായിരുന്ന മലയാളം പുസ്തകങ്ങൾ, ആദ്യം സ്കൂളിൽ ഉണ്ടായിരുന്ന എത്രയാണ്? 524. പുതിയ മലയാളം പുസ്തകങ്ങൾ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടില്ല. 120 പുസ്തകങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 20 എണ്ണം ഇംഗ്ലീഷാണ്. അപ്പോൾ ബാക്കി എത്രയാകും? 100. അത് മലയാളം പുസ്തകങ്ങളാണ്. അപ്പോൾ ആകെ മലയാളം പുസ്തകങ്ങൾ എത്രയാണ്? 524ഉം 100ഉം കൂടി കൂട്ടണം. അപ്പോൾ ആകെ പുസ്തകങ്ങൾ കിട്ടും. എത്രയാണ്? 624. സ്കൂളിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്രയാണ്? 75 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്രയാണ്? 20. ആകെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 75ഉം 20ഉം കൂടെ കൂട്ടണം. എത്രയാണ്? 95 കിട്ടും. ആകെ പുസ്തകങ്ങൾ കണ്ടെത്താൻ ആകെ മലയാളം പുസ്തകങ്ങളും ആകെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും കൂടി കൂട്ടണം. 624നോടൊപ്പം 95 കൂട്ടണം. ഇവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 719. നിങ്ങൾ കൂട്ടി നോക്കണം. അടുത്തതായി കായികമേള. മേരിയുടെ സ്കൂളിൽ നടന്ന ഉപജില്ലാ കായികമേളയിൽ ആദ്യ ദിവസം 199 ആൺകുട്ടികളും 204 പെൺകുട്ടികളും പങ്കെടുത്തു. രണ്ടാം ദിവസം പുതുതായി 31 ആൺകുട്ടികളും 21 പെൺകുട്ടികളും പങ്കെടുത്തു. മേളയിൽ മൊത്തം പങ്കെടുത്തവരെത്ര? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ? ആദ്യ ദിവസം പങ്കെടുത്ത ആൺകുട്ടികൾ എത്രയാണ്? 199. പുതുതായി വന്ന ആൺകുട്ടികൾ എത്രയാണ്? 31. 2 ദിവസവും കൂടി പങ്കെടുത്ത ആൺകുട്ടികൾ എത്രയാണ്? 199 31 കൂടി കൂട്ടണം. എത്രയാണ്? 230. ഇവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ആദ്യ ദിവസം പങ്കെടുത്ത പെൺകുട്ടികൾ എത്രയാണ്? 204. പുതുതായി വന്ന പെൺകുട്ടികൾ എത്രയാണ്? 21. 2 ദിവസവും കൂടി പങ്കെടുത്ത പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യണം? 204ഉം 21ഉം കൂടി കൂട്ടണം. എത്രയാണ്? 225. അപ്പോൾ ആകെ കുട്ടികൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും കൂടി കൂട്ടിയാൽ എത്രയാണ്? 230ഉം 225ഉം കൂടി കൂട്ടിയാൽ 455. അപ്പോൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 230. പെൺകുട്ടികളുടെ എണ്ണമോ? 225. അപ്പോൾ ആരാണ് കൂടുതൽ? ആൺകുട്ടികളാണ് കൂടുതൽ. അടുത്ത് നോക്കൂ, 951 മുതൽ 989 വരെയുള്ള നമ്പറുകളാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയത്. എങ്കിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർ എത്ര? ഇത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? രണ്ടാമത് കൊടുത്ത നമ്പർ ഏത് വരെയുള്ള നമ്പറാണ് കൊടുത്തത്? 989. അതിൽ നിന്ന് ആദ്യത്തെ നമ്പർ എത്രയാണ്? 951. കുറയ്ക്കുക. കുറച്ചതിന് ശേഷം അതിനോടൊപ്പം 1 കൂട്ടണം. 989 നിന്നും 951 കുറച്ചാൽ എത്രയാണ്? ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. 9 നിന്നും 1 പോയാൽ 8, 8ൽ നിന്നും 5 പോയാൽ 3, 38 എന്ന് കിട്ടി. ഇതിനോടൊപ്പം എത്ര കൂട്ടണം? 1 കൂട്ടണം. 38നോടൊപ്പം 1 കൂട്ടണം. എത്രയാണ്? 39. അപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർ എത്രയാണ്? 39. അടുത്ത് നോക്കൂ, എത്ര കൂട്ടാം? കായികമേളയോടനുബന്ധിച്ച് പായസം ഉണ്ടാക്കാം. LP വിഭാഗത്തിൽ നിന്നും 269 തേങ്ങ കിട്ടി. എന്നാൽ UPയിലേതിനേക്കാൾ 162 തേങ്ങ കൂടുതലായി UPയിൽ നിന്നും കിട്ടി. ആകെ എത്ര തേങ്ങ കിട്ടി? 100 വീതമുള്ള കൂട്ടങ്ങളാക്കിയാൽ എത്ര കൂട്ടം തേങ്ങകൾ ഉണ്ടാകും? അപ്പോൾ നോക്കൂ, LP വിഭാഗത്തിൽ നിന്ന് ലഭിച്ച തേങ്ങകൾ എത്രയാണ്? 269. UP വിഭാഗത്തിൽ നിന്ന് ലഭിച്ച തേങ്ങയോ? ആദ്യത്തിൽ നിന്നും LPയിൽ നിന്നും 162 കൂടുതലാണ്. അപ്പോൾ എത്രയാണ്? 269ൽ നിന്നും 9നോടൊപ്പം 162 കൂട്ടിയാൽ UP വിഭാഗത്തിൽ നിന്ന് ലഭിച്ച തേങ്ങകളുടെ എണ്ണം കിട്ടും. എത്രയാണ്? 431. അപ്പോൾ ആകെ തേങ്ങകളുടെ എണ്ണം കൂട്ടാൻ എന്ത് ചെയ്യുക? 431നോടൊപ്പം 269
കൂട്ടണം. അപ്പോൾ എത്രയാണ് ആകെ തേങ്ങകളുടെ എണ്ണം? 700. അപ്പോൾ 100 വീതമുള്ള എത്ര കൂട്ടങ്ങളാക്കാൻ പറ്റും 700-നെ? 700-ൽ എത്ര 100 ഉണ്ട്? 7. 700-ൽ എത്ര 100 ഉണ്ട്? 7. അപ്പോൾ 7 കൂട്ടങ്ങൾ ആക്കാം. അടുത്ത് നോക്കൂ, സർക്കസ്. സർക്കസ് കാണാൻ 765 പുരുഷന്മാരും 348 സ്ത്രീകളും 92 കുട്ടികളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആകെ എത്ര പേരാണ് ടിക്കറ്റ് എടുത്തത്? പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? 765. സ്ത്രീകളുടെ എണ്ണമോ? 348. കുട്ടികളുടെ എണ്ണം എത്രയാണ്? 92. അപ്പോൾ ആകെ ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക? 765-ഉം 348-ഉം 92-ഉം കൂടി കൂട്ടണം. എത്രയാണ്? 1205. എത്രയാണ് ആകെ ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം? എത്രയാണ്? 1205. ഇന്നത്തെ പഠനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തുടർന്നും ഈ പാഠഭാഗത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തുടർന്നും നിങ്ങൾക്ക് ഈ പഠനങ്ങൾ ലഭ്യമാകണമെങ്കിൽ പാഠപുസ്തകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്